എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം വന്ന് വാതിലൊക്കെ തുറന്നിട്ടുണ്ട്. ഇന്ന് കുറച്ച് നേരമൊക്കെ വെളുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒഴിവായ കൊണ്ട് തന്നെ ഞാൻ മെല്ലെയാണ് കേട്ടോ എണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് മെല്ലെ എണീറ്റുള്ള കുറച്ച് വീഡിയോസും അതുപോലെ തന്നെ പഴയ കുറച്ച് ഓർമ്മകളും നമ്മുടെ പഴയ ആൾക്കാരുടെ കുറേ ഇഷ്ടങ്ങളും അതുകൊണ്ടുള്ള ഒരു സന്തോഷവും ഒക്കെ നിറഞ്ഞിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ നമ്മൾ 90 കിഡ്സിന് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ഐറ്റമാണ് നമ്മൾ ഇന്നത്തെ മെയിനായിട്ടുള്ള ഐറ്റം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അടിക്കലും മറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ തന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുമ്പോഴേ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള അവിടുത്തെ എല്ലാ വോയിസും ഓഫ് ചെയ്തു. പക്ഷേ ഈ ഒരു വോയിസ് ഓഫ് ചെയ്യാൻ എനിക്ക് തീരെ പറ്റിയില്ല കേട്ടോ. തീരെ മനസ്സാകില്ല. അത്രയും മനസ്സിന് സന്തോഷം തരുന്ന ഒരു സൗണ്ടാണ് കേട്ടോ നമുക്ക് രാവിലെ നേരം ഇങ്ങനെ കേൾക്കാനുള്ളത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ ഈ കിളികളുടെ ആ സൗണ്ടും അതുപോലെ നമ്മുടെ അമ്പലത്തിലെ ഈ പാട്ടും പിന്നെ അതുപോലെ തന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആ ഒരു വെളിച്ചവും എല്ലാം കൂടെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു രാവിലെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എണീക്കുമ്പോൾ ഇങ്ങനെ ആരുടെയും സൗണ്ടില്ലാണ്ട് കിളികളുടെ സൗണ്ട് മാത്രമായിട്ടും നമ്മുടെ അമ്പലത്തിലെ പാട്ട് മാത്രമായിട്ടും കേൾക്കാൻ തന്നെ ഒരു സുഖവും സന്തോഷമാണ് അല്ലേ. ഭയങ്കരമായിട്ട് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പാട്ടും നാദങ്ങളൊക്കെയാണ് അല്ലേ. ഇപ്പോൾ പുരോഗമിക്കും തോറും കിളികളുടെയും എല്ലാത്തിൻ്റെയും വംശനാശമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കിളികളെയൊന്നും കാണാനും കേൾക്കാനും സൗണ്ട് കേൾക്കാനും ഒക്കെ പറ്റാറില്ല അല്ലേ. പക്ഷേ ഇന്ന് ഇത്തിരി അധികമായിട്ടാണ് കേട്ടോ കേട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാ ദിവസവും നമ്മൾ നേരത്തെ എണീക്കുമെങ്കിലും പക്ഷേ ഇത്രത്തോളം നമ്മൾ കിളികളുടെ സൗണ്ട് കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി എല്ലായിടത്തെയും വോയിസ് ഓഫ് ചെയ്തു. പക്ഷേ ഈ കിളികളുടെ സൗണ്ടും അതുപോലെ തന്നെ ഈ പാട്ടും എല്ലാം കൂടെ ആ ഒരു തണുപ്പും എല്ലാം കൂടെ കേട്ടപ്പോൾ എനിക്കത് ഓഫ് ചെയ്താൻ തോന്നിയില്ല കേട്ടോ. അത് നമ്മൾ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. വരുമ്പോഴേക്കും അതൊക്കെ എല്ലാം റെഡിയായി. പിന്നെ കോലോട്ടു അടിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ചായ കുടിക്കാൻ പറഞ്ഞിട്ടാണ് ഇന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ടുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ രാവിലെ തന്നെ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ള കാര്യമാണ് അത് നമ്മളിവിടെ കുറേ ആയിട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറേ വീഡിയോസ് ഇടാൻ പറ്റാത്ത കാരണം നമ്മളന്ന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അതും നമ്മൾ നേറ്റീവ് കിഡ്സിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഐറ്റമാണ്. ഒരുപാട് നമ്മൾ പഴയ കാലത്ത് കഴിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇപ്പോഴും അത് തുടർന്നു കൊണ്ട് പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. നമുക്കും അത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചായ കൂടിയെല്ലാം കഴിഞ്ഞു. അതിന് ശേഷം വന്നിട്ട് പരിപ്പൊക്കെ ഒന്ന് വേവിക്കുകയല്ല പാത്രത്തിലാക്കി വെക്കണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപ്പ് കുറച്ച് വേവിക്കാൻ പറഞ്ഞിട്ട് ജീരകം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതൊന്ന് വേവിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ്. പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കാൻ പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു ടിഫിൻ സാമ്പാറാണ് നമ്മളിന്ന് വെക്കുന്നത്. അപ്പോൾ എന്താ പറയുക അറുത്തരച്ച സാമ്പാറിനെക്കാട്ടിലൊക്കെ നമ്മൾ ഈ ടിഫിൻ വെക്കുന്ന സമയത്ത് ടിഫിൻ സാമ്പാറാകുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് ചെറുള്ളി വേണമായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് തൊലിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ റെഡിയാക്കി അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാകില്ലേ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉണ്ടാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വിടുന്നുണ്ട്. അത് നല്ലപോലെ തന്നെ വെന്ത് വരട്ടെ കേട്ടോ. നല്ല ഉരുളക്കിഴങ്ങാണെങ്കിൽ നന്നായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വതക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വലിയ ഉള്ളി ഒന്ന് നേരാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മസാല ദോശയാണ്. നമ്മുടെ നാടൻ മസാല ദോശ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മസാല എത്രത്തോളം നന്നായിരിക്കണം അത്രത്തോളം ദോശയ്ക്ക് ടേസ്റ്റ് കൂടും. പിന്നെ അതുപോലെ തന്നെ മസാല ദോശ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് നല്ലതായിരിക്കണം കേട്ടോ. നല്ല ഉരുളക്കിഴങ്ങാണെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെറിയ ഒരു ഐറ്റം ആണെങ്കിൽ കൂടിയിട്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മസാല ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഉരുളക്കിഴങ്ങായിരിക്കണം, നല്ലപോലെ വെന്തിരിക്കണം. പിന്നെ നമ്മൾ വഴറ്റുന്ന സമയത്ത് നല്ലപോലെ വഴറ്റി
വൃത്തിയാക്കി എടുക്കണം. അങ്ങനെയുള്ള ചെറു ചെറു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഏതൊരു ഐറ്റം ആണെങ്കിലും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ ഞാൻ ചീനിച്ചട്ടി വെച്ച് കൊടുത്തു. കുറച്ചധികം തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ കാണുന്നുണ്ടല്ലോ, ഇത്ര എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് എണ്ണയൊക്കെ മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ കടുക് ചേർത്ത് കൊടുത്തു, ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ വലിയുള്ളിയും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വലിയുള്ളിയുടെയും നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ കണക്ക് എന്ന് പറയുമ്പോൾ അത് നമുക്ക് എത്ര മസാല വേണോ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വലിയ ഉള്ളി നല്ലപോലെ നൈസായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വഴണ്ടി വരുന്ന നേരം കൊണ്ട് ഇതിലേക്ക് ഒരു ചെറിയൊരു മസാല ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ അത് മസാല ദോശയ്ക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഐറ്റം. അപ്പോൾ ഞാനിങ്ങനെയാണ് മസാല ദോശ ഉണ്ടാക്കാറുള്ളത്, മസാല ദോശയ്ക്കുള്ള മസാല ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഒരു അര സ്പൂണ് പെരിഞ്ചീരകവും നമ്മുടെ ഇഞ്ചിയും കൂടെ നല്ലപോലെ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാനിതിൽ ചേർക്കുന്നത്. അതാണ് നമ്മുടെ മസാല ദോശയ്ക്ക് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചേർത്ത് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ രണ്ടും കൂടെ ഒന്ന് ചതച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചതച്ചിട്ട് നല്ലപോലെ വഴറ്റി എടുത്തിട്ട് നമ്മൾ മസാല ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഹോട്ടലിൽ കിട്ടുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നല്ലപോലെ തന്നെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുവിധം വഴണ്ടിട്ടുള്ള നമ്മുടെ ഉള്ളിയിലേക്ക് നമ്മളിത് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചതച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് വെറുതെ കടിക്കും. ചതയ്ക്കുമ്പോൾ എന്താ അറിയോ അത്രയ്ക്ക് കടിക്കില്ല കേട്ടോ. അതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം നല്ലപോലെ മാറി വരണം കേട്ടോ. ഞാൻ പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ തന്നെ വെന്ത് മസിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനത് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കിട്ടിയ ഉരുളക്കിഴങ്ങ് നല്ല ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മസാലയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു. നല്ലപോലെ തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഉടയുമ്പോൾ നമ്മുടെ ദോശയിൽ വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയ്ക്കുള്ള ഉരുളക്കിഴങ്ങ് റെഡിയാക്കി നമ്മൾ ഒരുവിധം വഴറ്റി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആകണ്ട കേട്ടോ. നല്ലോണം വഴണ്ട് കുഴഞ്ഞാൽ മതി നമ്മുടെ ഉള്ളി. അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അധികം മഞ്ഞൾപ്പൊടി ചേർക്കണ്ട കേട്ടോ. അധികം ചേർത്ത് കഴിഞ്ഞാൽ മസാല ഒരുപാട് മഞ്ഞ കളറായി പോകും. ഒരു ലൈറ്റ് മഞ്ഞ കളറ് മാത്രം മതിയാവും കേട്ടോ. അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂട് വെള്ളമാണ് കേട്ടോ. വെള്ളം നമ്മൾ നോക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓവറായിട്ട് വെള്ളം ഒഴിക്കാനും പറ്റില്ല, അതുപോലെ തന്നെ വെള്ളമില്ലാണ്ട് ഡ്രൈ ആകാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെയായിട്ട് ചൂടുവെള്ളം ഇത്തിരീശെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എത്രത്തോളം വെള്ളം വേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്ത് പോരാ തോന്നി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ഇല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിൽ മതി കേട്ടോ. ഒരുപാട് വെള്ളത്തിലായി കഴിഞ്ഞാൽ നമ്മൾ ദോശ വയ്ക്കുമ്പോൾ അത് കറക്റ്റ് ആകില്ല. ഒരുവിധം ഒരു അരളം വെള്ളം പോലെ എന്നാൽ കുഴയും വേണം, നല്ല ടേസ്റ്റും ആയിരിക്കണം കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും പെരിഞ്ചീരകം ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഇതിലേക്ക് മല്ലിത്തല, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ മസാലയ്ക്ക് ഇത്രത്തോളം വെള്ളം മതിയാവും കേട്ടോ. അപ്പോൾ ഞാനത് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചട്നി, ചമ്മന്തി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മസാല ദോശ പറയുമ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നുകൂടെ കൂടുമ്പോഴാണല്ലോ ടേസ്റ്റ് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. പിന്നെ ഞാൻ ദോശമാവ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ചിലവർ ഇതിന് മസാല ദോശയ്ക്ക് സ്പെഷ്യലായിട്ട് അരി അരച്ചുണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാൻ സാധാരണ നമ്മുടെ ദോശമാവിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒരു പാത്രം വെച്ച് ഒഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ ദോശ പരത്തുമ്പോൾ നമുക്ക് പരത്തിയെടുത്താലും നന്നായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പാത്രം വെച്ചിട്ടാണ് നമ്മുടെ മാവ് പരത്തിയെടുക്കുന്നത്. അതിനുശേഷം മേലെ ഒരുപാട് മാവുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തുടച്ചെടുത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന്
തുടച്ചെടുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്യ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാല ദോശയ്ക്ക് നെയ്യൊക്കെ ഒഴിക്കുമ്പോഴാണല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മസാലയിലേക്ക് നമ്മുടെ കടലപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ കടലപ്പരിപ്പ് ചേർത്തിട്ടില്ല, ഉഴുന്നുപരിപ്പും സാദാ പരിപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ മുളകിൻ്റെ എരിവൊക്കെ നിങ്ങൾക്ക് കൂടുതലാക്കിയിട്ട് ചേർക്കാം. പിന്നെ നമ്മുടെ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. മസാല വെച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ തന്നെ നമ്മുടെ ദോശ മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ ആക്കിയിട്ട് നമുക്കിത് കല്ലിൽ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ മസാല എത്രത്തോളം നന്നായിരിക്കണോ അത്ര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ മസാല ദോശയ്ക്ക്. ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഹോട്ടലിൽ അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടിഫിൻ സാമ്പാർ, അതുപോലെ തന്നെ നമ്മുടെ ചട്നി, ചമ്മന്തി ഇതെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ അത് പൂർണ്ണമാകില്ല അല്ലേ. അങ്ങനെ ഇതാ ദോശ റെഡിയായപ്പോൾ നമ്മുടെ അശ്വിൻ കഴിക്കാൻ വന്നിട്ടുണ്ട്. ആദ്യം ഉണ്ടാക്കിയത് അവൻ തന്നെ വേണം പറഞ്ഞു കേട്ടോ. പിന്നെ ഇതിനിടയിൽ ഞാൻ കുറേ ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് എല്ലാവർക്കുള്ള മസാല ദോശ ഉണ്ടാക്കണം. അപ്പോൾ മസാല ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നല്ലൊരു കാപ്പിയോ ചായയോ കുടിച്ചാലല്ലേ നമ്മൾ മസാല ദോശ കഴിച്ചതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചായയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചായ നമ്മൾ ഒരു സ്പെഷ്യൽ ചായയാണ്. ഇന്നെല്ലാം ചെറിയൊരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. നാടൻ ഐറ്റം ആയിട്ടുള്ള എല്ലാം നല്ലൊരു സ്പെഷ്യലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ചായയൊക്കെ അരിച്ചു. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് വെല്ലപ്പൊടിയാണ് കേട്ടോ. വെല്ലപ്പൊടി കൊണ്ട് നമ്മൾ പാൽ ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ വെള്ളച്ചായ കുടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതുമല്ല കേട്ടോ. എന്താ പറഞ്ഞാൽ ഇപ്പോൾ ചൂട് കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം കഴിക്കുമ്പോൾ അതൊരു ചൂടാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഡെയിലി കഴിച്ചാൽ അത്ര ശരിയാവില്ല. എന്നാലും ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് വളരെ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പാൽ ചായയിൽ ഇങ്ങനെ വെള്ളം ചേർത്ത് കഴിക്കുമ്പോൾ. അപ്പം നമ്മൾ ഒരു ടംബ്ലറിലൊക്കെ ആക്കിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം മസാല ദോശയും നല്ല ചൂട് മസാല ദോശയും നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്